വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക്, വിശുദ്ധ കുർബാനയിലെ ഈശോനെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക്, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് ഇന്നേ ദിവസം വിശ്രമിക്കാൻ പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റുകൾ സംഭവിക്കുന്നതിൻ്റെ കാര്യം, ഒത്തിരിയേറെ തിന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതിൻ്റെ കാര്യം, ഈ ലോകം നൽകി വെച്ച് നീട്ടുന്ന കാര്യങ്ങളാണ് ശരിയാണെന്നറിഞ്ഞ് അങ്ങനെ അതിൻ്റെ ലോകത്തിൻ്റെ ലൗകികതയുടെ തിന്മയുടെ അടിമത്തത്തിലേക്ക് ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആഴത്തിൽ തിന്മയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം രണ്ടെണ്ണമാണ്. ഒന്ന്, വിശുദ്ധ ലിഖിതങ്ങൾ അറിയുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങളിൽ, തിരുവചനങ്ങളിൽ ഒരു മനുഷ്യൻ എപ്രകാരമാണ് മനുഷ്യനായി ജീവിക്കേണ്ടത് എന്നും ദൈവത്തെ എപ്രകാരം പ്രീതിപ്പെടുത്തണമെന്നും ഈ ലോകത്തിലുള്ള ജീവിതത്തിന് ശേഷം ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ട ഇടത്തിൽ, സ്വർഗത്തിൽ എപ്രകാരം എത്തിച്ചേരണമെന്നും നയിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അറിവുകളുള്ള ഇടമാണ് വിശുദ്ധ ലിഖിതങ്ങൾ. ഈ ലിഖിതങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഈ വിശുദ്ധ ലിഖിതങ്ങൾ വായിച്ച് ധ്യാനിച്ച് അത് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തിന്മകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് മദ്യപാനം എന്ന ഒരു കാര്യത്തിന് വേണ്ടി തെറ്റായ തീരുമാനമെടുത്ത് മദ്യപാനത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബനാഥൻ, ലൈംഗികമായ തിന്മകളുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തി, പണത്തിൻ്റെ പിന്നാലെ പോയി അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി എന്തും കൊള്ളുതാമ ചെയ്യുവാനും തീരുമാനമെടുക്കുന്ന വ്യക്തി, വൈരാഗ്യത്തിനും വെറുപ്പത്തിനും പിന്നാലെ പോകുന്ന, ദേഷ്യത്തിനും ക്ഷമയില്ലാത്ത ജീവിതത്തിനും പിന്നാലെ പോകുന്നതിൻ്റെ ഒരു സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ അറിവുകൾ കിട്ടിയത് കൊണ്ടാണ്. ഒരു മനുഷ്യന് ജീവിക്കേണ്ടതായിട്ടുള്ള ശരിയായ അറിവുകൾ കിട്ടാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യന് ശരിയായ അറിവ് കിട്ടുന്നത് അത് വിശുദ്ധ ലിഖിതമാണ്. ഇതുവരെയും വിശുദ്ധ ലിഖിതങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ ആരംഭിച്ചിട്ടില്ല. ജീവിക്കുന്ന മനുഷ്യർ ഇതുവരെ തയ്യാറായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. മാമോദിസ സ്വീകരിച്ച് വിശ്വാസിയായിട്ട് നമ്മൾ ജീവിക്കുന്നു എങ്കിലും ഇതുവരെ വിശുദ്ധ ലിഖിതമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഒരു തീരുമാനമെടുക്കണം. വചനം മാംസമായി ധരിച്ചു. വിശുദ്ധ ലിഖിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ തീരുമാനമെടുക്കണം. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഭക്തിപൂർവ്വം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങളെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ തീരുമാനം. വിശുദ്ധ ലിഖിതമനുസരിച്ച് ജീവിക്കുക. വിശുദ്ധ ലിഖിതത്തിൽ അറിവുണ്ട്. ദൈവത്തെ സ്നേഹിക്കാൻ, മനുഷ്യനായി ജീവിക്കാൻ, സ്വർഗം സ്വന്തമാക്കാൻ അറിവുണ്ട്. ആ അറിവ് നിങ്ങൾ സ്വീകരിക്കാതെ ഇനി ജീവിക്കരുതേ. കൃപയ്ക്ക് വേണ്ടി ഒരു ഗാനത്തിൻ്റെ ഈരടിയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ും
നിറഞ്ഞവരെ, സ്വർഗം സ്വന്തമാക്കാൻ മനുഷ്യനായി ഇവിടെ ജീവിക്കുവാൻ വേണ്ടി ഉള്ള രണ്ടാമത്തെ അറിവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ പറ്റിയുള്ള അറിവ് കിട്ടാത്തത് കൊണ്ടാണ്. ദൈവത്തെ ശക്തിയെ പറ്റി നമ്മൾ അറിയുന്നില്ല. എന്താണ് ദൈവത്തിൻ്റെ ആ ശക്തി? ആ ഒരു ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതാണ്, സ്നേഹമാണ്. ആ സ്നേഹം ഏതാണ്? മനുഷ്യനാ ദൈവപുത്രൻ മനുഷ്യന്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് പ്രകടിപ്പിച്ച സ്നേഹം. നമ്മളിപ്പോഴും ദൈവത്തെ അകലങ്ങളിൽ ഇരിക്കുന്ന ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല, ദൈവം മനുഷ്യനായി നമ്മുടെ കൂടെ നമ്മളെ പോലെ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു, നമ്മളോട് സംസാരിച്ചു, നമ്മളോടുള്ള ആഴത്തിലുള്ള സ്നേഹം കുരിശുമരണത്തിലൂടെ കാണിച്ചു തന്നു. എന്നിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മളോടുകൂടെ ആ ദൈവം പ്രകടിപ്പിച്ച, ഈശോയിലൂടെ പ്രകടിപ്പിച്ച ആ സ്നേഹം യുഗാന്തം വരെ നിലനിൽക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ഹൃദയം നിക്ഷേപിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. ഈ ശക്തി മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റുപറ്റുകയില്ല, ജീവിതത്തിൽ തെറ്റുപറ്റുകയില്ല. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ സ്നേഹം ഹൃദയം നിക്ഷേപിച്ച് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നു. ഈ ശക്തി നമ്മൾ മനസ്സിലാക്കിയാൽ, ദൈവത്തിൻ്റെ ഈ ശക്തി മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റുപറ്റുകയില്ല. സ്നേഹം നിറഞ്ഞവരെ, ഈശോയെ സ്നേഹിക്കാം, വചനത്തെ ആരാധിക്കാം, വചനമനുസരിച്ച് ജീവിക്കാം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ